അപ്പയോ അപ്പൊ കഥ വായിക്കുമല്ലേ മോളെ? ഈ കഥയെ വായിച്ചിട്ട് എന്ത് കിട്ടാനാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു തവള കുളത്തിൽ കിടക്കുക. കുളത്തിലെ കാര്യം മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തവള അവിടുന്ന് ചാടി ഒരു പുഴയിലോട്ട് പോയി, അല്ലെങ്കിൽ ഒരു കടലിലോട്ട് പോയി. അപ്പോൾ ആ കടലിലെയും തുഴയിലെയൊക്കെ വിശാലമായ കാര്യങ്ങൾ തവളയ്ക്ക് 100,000 അധികം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയല്ലേ. അതുപോലെയാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. നമ്മൾ സ്കൂളിലെ സിലബസ് മാത്രം പഠിക്കുകയാണെങ്കിൽ കിണറ്റി കിടക്കുന്ന തവളയെ പോലെയാണ്. പുസ്തകങ്ങളൊക്കെ കഥകളും നോവലും ജീവചരിത്രവും എല്ലാം വായിച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് ഒരു വിശാലമായ ഒരു കടലിലേക്ക് എടുത്ത് ചാടപ്പെട്ട തവളയെപ്പോലെ വിശാലമായ ലോകത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ ജനിച്ചു, നമ്മൾ ആ കുറച്ച് നാൾ കഴിയുമ്പോൾ മരിച്ചു പോകും. അപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിനകത്തല്ലേ ജനിച്ചേ, ആ കാലഘട്ടത്തിൽ പരിമിതപ്പെട്ട് നിൽക്കുക, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം അല്ലേ നമ്മൾ ഈ പ്രദേശത്ത് ജനിച്ചു, ഈ പ്രദേശത്ത് കുറച്ച് ചുറ്റുവട്ടത്തൊക്കെ ജീവിച്ച് മരിച്ചു പോകണം. പറയാം, ചേട്ടയ്ക്ക് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ ആ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ പരിമിതപ്പെട്ട് നിൽക്കുക. പക്ഷേ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഒരു മനുഷ്യവംശത്തിൻ്റെ വലിയ വിശാലമായ ഒരു ലോകത്തിലേക്ക് നമ്മൾ പോവുക. ആയിരക്കണക്കിന് മനുഷ്യരെക്കുറിച്ച് അറിയാം, പ്രശസ്തരായ കുറേ ആൾക്കാരെക്കുറിച്ച് അവരുടെ കഥയൊക്കെ നമുക്കറിയാൻ പറ്റും. കേട്ടുമോളെ? അപ്പം പിന്നെ 100,000 സ്ഥലങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു വിശാലമായ ലോകത്തേക്ക് പോവാം. അപ്പോൾ കഥയും നോവലുകളും ഒക്കെ ഇപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പം കേട്ടോ മോളെ, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ജനൽ തുറന്നിട്ടു. ഉറക്കം വരുന്നുണ്ട്. ക്ലാസ്സിൽ ഇരിക്കുമല്ലേ, അശ്വതി ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നു. അശ്വതി ടീച്ചർ പോയി ഡോർ തുറന്നിട്ടു, ജനൽ തുറന്നിട്ടു. അപ്പോൾ പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതുപോലെയാണ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പം നമ്മുടെ സിലബസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ജനലൊക്കെ തുറന്നിട്ട് വാതിലൊക്കെ തുറന്നിട്ട് കഴിയുമ്പം പുറത്തുള്ള വിശാലമായ ലോകം നമുക്ക് കാണാൻ പറ്റിയല്ലേടാ. അതുപോലെയാണ് കഥകളും നോവലുകളും ജീവചരിത്രങ്ങളും ഈ കവിതകളും ഒക്കെ പഠിക്കുമ്പം ഒരു വാതിലും ജനലും തുറന്നിട്ട് നമ്മൾ പുറത്തേക്ക് വിശാലമായ ലോകത്തെ കാണുന്ന പോലെ ഒരു വിശാലമായൊരു കാഴ്ചപ്പാട് നമുക്ക് ഇതുവഴി കിട്ടാൻ പറ്റും. ചുരുക്കി പറയുന്നത് ഇങ്ങനെയാണ്, പരിമിതപ്പെട്ട് നിൽക്കുന്ന നമ്മളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ പുസ്തകങ്ങൾ, കഥകൾ, കവിതകൾ നമുക്ക് സഹായകമായി തീരുന്നു. അപ്പോൾ ഇനി നമ്മൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ പാഠപുസ്തകം അല്ലാതെ മറ്റ് പുസ്തകങ്ങളൊക്കെ വായിക്കണം കേട്ടോ. വായിക്കേണ്ട കാര്യം ഉണ്ടെന്ന് മനസ്സിലായോ? കഥയും കവിതയൊക്കെ എന്തിനാ പഠിക്കുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ. നമ്മളിനി കഥയും നോവലും എന്തെങ്കിലും ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും വായിക്കും. സമാഷ്.